വാവ്, സൂപ്പർ. ആ എഗ്ഗെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്, പൊട്ടാറ്റോ വെന്തിട്ടുണ്ട്, പിന്നെ ആ ചീസ്. പെട്ടെന്ന് ജോലിക്ക് പോണവർക്ക് നല്ല വിറ്റാമിൻ ഉള്ള ഫുഡാണിത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് 10-15 മിനിറ്റിനുള്ളിൽ ഒരു കോഫി അല്ലെങ്കിൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉച്ചവരെ നല്ല ഹെൽത്തി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. അപ്പോൾ നമസ്കാരം ഫ്രണ്ട്സ്, സുധാ മഴമേഘം ഇന്ന് ഭയങ്കരമായിട്ട് ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. എന്തോ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്തു ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാൻ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് വളരെ നൈസായിട്ട് അരിഞ്ഞ് കഴുകി മാറ്റി വെച്ചാണ്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ കോവക്കയുടെ ഇലയാണ്. നമുക്ക് എന്ത് ഇലവർഗ്ഗങ്ങൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ചീരയുടെ ഇല, മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. 4 മുട്ടയാണ് ഉടച്ച് വെച്ചിട്ടുണ്ട്. അരിഞ്ഞു വെച്ച സവാള, അരിഞ്ഞു വെച്ച തക്കാളി. ഇതാണ് ഇതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഇൻഗ്രീഡിയൻറ്റ്. ഇത് ചീസാണ്, അതും ചെദർ ചീസാണ് കേട്ടോ, മിൽക്കി മിസ്റ്റിൻ്റെ. ഇതിലൊരു 150 ഗ്രാം ചീസ് നമ്മൾ കഷ്ണമായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരല്പം മൈദാമാവ്, അത് കഴിഞ്ഞ ഇത് കണ്ടില്ലേ, ഒരല്പം വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ചില്ലി ഫ്ലേക്സ് ആണ് കേട്ടോ. ഇത് കുരുമുളക് പൊടി, ഇത് ഒരല്പം ഉപ്പ്. ഇത്രയും സാധനങ്ങൾ കൊണ്ട് അമ്മ ഉണ്ടാക്കാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു അടിപൊളി പൊട്ടാറ്റോ ചീസ് ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് അല്ലേ? അപ്പൊ തുടങ്ങിയാലോ? പിന്നെ ഒരു കാര്യം കൂടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് കാണിച്ചപ്പോൾ അയ്യോ ഇത്രയൊക്കെ വേണോ ചോദിക്കും. പക്ഷെ ഇതെല്ലാം നമ്മുടെ വീട്ടിൽ ഉള്ളതാണ്. ഈ ചീസ് മാത്രം നമ്മൾ എക്സ്ട്രാ ഒന്ന് വാങ്ങിക്കണം. ബാക്കി എപ്പോഴും ഈ ഉരുളക്കിഴങ്ങും മുട്ടയും ഈ വെജിറ്റബിൾസ് ഒക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ അയ്യോ ഭയങ്കരമായ ഡിഷാണ് വിചാരിക്കേണ്ട. 10 മിനിറ്റ് കൊണ്ട് ഈ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാകും. അപ്പോൾ ആദ്യം നമുക്ക് അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങ് ഒരു പാത്രത്തിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ പോകണം കേട്ടോ. അതിന് കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അതെല്ലാം കാണിച്ചു തരാം. അതിന് ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച ഇല അതുകൂടെ ഇട്ട് കൊടുക്കുക. നമ്മളെടുത്തത് എന്ത് ഇലയാണ്? കോവക്കയുടെ ഇല. നിങ്ങൾക്ക് ചീര, മുരിങ്ങ, മണത്തക്കാളിയുടെ ഇല പോലും യൂസ് ചെയ്യാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ച സവാള. ഇത് നമുക്ക് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് അരിഞ്ഞു വെച്ച തക്കാളി. ഇനി അരിഞ്ഞു വെച്ച വെളുത്തുള്ളി കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളക് പൊടി. ഇനി നമുക്ക് ഇത് കുഴച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള മൈദാമാവും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്. ഇനി കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എടുത്ത 4 മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം മിക്സ് ചെയ്തതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓ എന്തായി അമ്മയ്ക്കൊരു കരണ്ടി കൊണ്ടൊക്കെ ഇളക്കിക്കൂടെയെന്ന്. അതേ, അമ്മമാരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വൃത്തി. ഇതിനപ്പുറം വേറെ ഒരു വൃത്തിയും ഹൈജീനും ഇല്ല. പിന്നെ അതിൻ്റെ ഒരു രുചിയും വേറെ തന്നെ. അമ്മമാരൊക്കെ നന്നായി കൈ കഴുകിയിട്ട് ഇതൊക്കെ ചെയ്യാറുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ വിഷമമൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, ഇതിങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ ചീസി പൊട്ടാറ്റോ ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മ. അപ്പോൾ ഇനി നമുക്കൊരു തവ എടുത്തിട്ട് ബാക്കിയുള്ള പരിപാടികൾ നോക്കാം. തവ ചൂടായി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, കണ്ടില്ലേ? വളരെ സിമ്പിൾ പരിപാടിയാണ്. നമ്മൾ മിക്സ് ചെയ്ത എല്ലാം കൂടെ ആ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഒരു ലെയർ ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ ചീസ് ഒരു ലെയർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിന് വേണമെങ്കിൽ നമുക്കൊരു നാടൻ പിസ്സ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, ഓംലെറ്റ് പിസ്സ എന്നോ അല്ലെ ചീസി ഓംലെറ്റ് എന്നോ എന്ത് വേണേലും പറയാം. പക്ഷെ നമ്മൾ പേരിട്ടിരിക്കുന്നത് എന്താണ്? ചീസി പൊട്ടാറ്റോ ബ്രേക്ക്ഫാസ്റ്റ്. ചീസി പൊട്ടാറ്റോ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ ഒരു ലെയർ നമ്മൾ ചീസ് ഇട്ടു. അതിന് ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ആ ലെയറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക്
ഇത് നന്നായിരിക്കും. ഇനി ഈ ബാക്കിയുള്ള മിക്സ്ചറും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് മുകളിൽ അങ്ങനെ ഫുള്ളായിട്ട് കവർ ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ ഏറ്റവും ബേസ് ലെയറിൽ ആ വെജിറ്റബിൾ മുട്ട മിക്സ്ചർ വരും, ഇടയിലുള്ള സ്റ്റഫ് ലെയറിൽ ആ ചീസ് വന്നു, മുകളിൽ വീണ്ടും നമ്മുടെ എല്ലാ മിക്സ്ചറും കൂടെ മിക്സ് ചെയ്ത് ലെയറാക്കി ഇട്ട് കഴിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് ലെയറും കൂടെ നമ്മൾ സെറ്റായി ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഒതുക്കി കൊടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം ബാക്കിയുള്ള ആ ചീസ് സ്പ്രെഡ് ചെയ്ത് അങ്ങ് കൊടുക്കുക. ചീസ് നന്നായി ഇരുന്നോട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അവസാനമായി ബാക്കിയുള്ള ആ ചില്ലി ഫ്ലേക്സും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലെയറിങ് പ്രോസസ്സ് കഴിഞ്ഞു. കണ്ടില്ലേ, ലെയറിങ് പ്രോസസ്സ് വളരെ സിമ്പിളാണ്. എന്ത് ഭംഗിയാ നോക്കിയേ. ആ പൊട്ടാറ്റോവും മുട്ടയും ചീസും തക്കാളിയും ആ ലീഫും ചില്ലി ഫ്ലേക്സും പെപ്പറും എല്ലാം കൂടെ കാണാൻ എന്താ ചന്തം. ഇപ്പം തന്നെ നോക്കിക്കഴിഞ്ഞതാ ഇവിടെ നന്നായിട്ട് കുക്കാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു മീഡിയം ലോ ഫ്ലെയിമിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കാം കേട്ടോ. നന്നായിട്ട് കുക്കാവട്ടെ. ഉറക്കത്തിലായിരുന്നേ ഒരാളെ, മണം കേട്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ. ആഹാ, നമ്മുടെ ചീസൊക്കെ അങ്ങനെ മെൽട്ടായി വരുന്നുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. നല്ല മണം. ആഹാ, ഇത് കണ്ടില്ലേ, ഇപ്പം തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. കണ്ടില്ലേ, നല്ല ചീസി പൊട്ടാറ്റോ ബ്രേക്ക്ഫാസ്റ്റ്. ഇത് വളരെ സിമ്പിളാണ് കേട്ടോ. നോക്കിയേ എത്ര പെട്ടെന്ന് ആയിന്ന്. ഇനി 2 മിനിറ്റ് കൂടെ നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ. ഓഹോ, അങ്ങനെ നമ്മുടെ ചീസി പൊട്ടാറ്റോ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ സെറ്റാണ്. ആ ചീസ് എല്ലാം നന്നായി ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് കട്ട് ചെയ്താലോ? കട്ട് ചെയ്ത് തരാലോ. ഓക്കെ, മണം കേൾക്കുമ്പോ പെട്ടെന്ന് കഴിക്കാൻ തോന്നുന്നു അല്ലേ? ചൂടോടെ കഴിച്ചു നോക്കാം. തരാം. സൂപ്പർ. ആ എഗ്ഗെല്ലാം നന്നായി കുക്കായിട്ടുണ്ട്, പൊട്ടാറ്റോ വെന്തിട്ടുണ്ട്, പിന്നെ ആ ചീസ് ചെറിയൊരു പൊള്ളും നമുക്ക് തരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അങ്ങനെ സുധാ മഴമേഘം സ്പെഷ്യൽ ചീസ് ആൻഡ് പൊട്ടാറ്റോ ബ്രേക്ക്ഫാസ്റ്റ് അല്ലമ്മ? അതെ, ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. അമ്മൻ്റെ ഉമ്മറ തന്നെ കഴിച്ചു നോക്കുകയാണ്. വായിൽ വെള്ളം ഒന്ന് നിൽക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ കഴിക്കാൻ പോവാണ് കേട്ടോ. കണ്ടില്ലേ ഫ്രണ്ട്സ്, പെട്ടെന്ന് ജോലിക്ക് പോണവർക്ക് നല്ല വിറ്റാമിനുള്ള ഫുഡാണിത്. ഈ ബ്രേക്ക്ഫാസ്റ്റ് 10-15 മിനിറ്റിനുള്ളിൽ ആവുന്നുണ്ട്. ഒരു കോഫി അല്ലെങ്കിൽ ഒരു ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ ഇതിന്റെ കൂടെ ഉണ്ടെങ്കിൽ ഉച്ചവരെ നല്ല ഹെൽത്തി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും. കുട്ടികൾക്ക് ലഞ്ചിലും കൂടെ ഇത് പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ അതെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ഇവിടെ എല്ലാം സിമ്പിളാണ്.